അല്ല ഈ പറഞ്ഞ പോലെ എലക്ഷന്റെ കാര്യം വരുമ്പോഴും ഓരോ ഏതാണോ മെജോറിറ്റി അവര് ജാതിയോ മതവും നോക്കി ഈ പറയുന്ന എല്ലാ പാർട്ടിക്കാരും പാർട്ടിക്കാർ നിർത്തുന്നത് എങ്ങനെയാണ്? അങ്ങനെ തന്നെ നിൽക്കുന്ന സമൂഹമായതുകൊണ്ടാണ്. അവിടെ വേറെ ആരും വോട്ട് കൊടുക്കത്തില്ല. ഇയാൾ വിചാരിക്കുന്നുണ്ടോ താൻ എന്നെ കൊണ്ട് ഈ കേരളത്തിന്റെ എല്ലാ മൂലയിലും എല്ലാ ഫംഗ്ഷൻസും നിർത്തിയിട്ട് ജീവിച്ച് കാണിക്കാൻ ഞാൻ കേസായിട്ടില്ല? പറ്റത്തില്ല. അത് തന്നെയാണ്. അതുകൊണ്ടാണ് മാറിയിട്ടില്ലെന്ന് അറിയാം. അല്ലാതെ രാഷ്ട്രീയക്കാരും മോശമായതുകൊണ്ടല്ല. ഒരു വോട്ടിന് ജയിക്കണമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു മാറ്റം ഇവിടെ പുരോഗമനം പറയുന്നത് പറയുന്നത് കൊണ്ടല്ല. പറയുന്നത് ഈ ജാതിക്കാരാണ്. ഈ പറയുന്ന മേൽജാതിയാണ് ഈ പുരോഗമനം പറയുന്നത്. അവര് നിന്നാ ജയിക്കത്തില്ല. അത്രേ ഉള്ളൂ. ഇലക്ഷന് ജയിക്കേണ്ടത് അത് ഭരണഘടനാപരമായി നിൽക്കുന്ന ഒരു പ്രശ്നം. ഭരണഘടന കൊണ്ടൊന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഇലക്ഷൻ ഉണ്ടാകത്തില്ല. അതാത് ജാതി വിഭാഗങ്ങൾ, അതാത് മതവിഭാഗങ്ങളുടെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയാൽ ജയിക്കത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടായ രാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ടാണ് സംഭവിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അവരെല്ലാവരും നിർത്തുന്നുണ്ട്. ഇയാൾ പറയുന്നതാണെങ്കിൽ നല്ലതാണ്. എന്നെ നിങ്ങൾ ഈ കേരളത്തിനകത്ത് 144 കോൺസ്റ്റിറ്റ്യൂൻസിൽ നിർത്തിയിട്ട് 1000 വോട്ട് മേടിച്ചു തരാൻ ഞാൻ സമ്മതിക്കും. ഞാൻ സ്വതന്ത്രനായിട്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടിയെ വേണ്ടെന്ന് വെക്കും. യോഗ്യനാണെന്നാണല്ലോ നിങ്ങളിപ്പോ എന്നെ വിളിച്ച് ഇവിടുത്തെ ഈ സാധനം. ഇയാളെ യോഗ്യനാണെന്നാണല്ലോ വെപ്പ്. ഇയാൾക്ക് എനിക്ക് 1000 മേടിച്ചു തരാൻ ഞാൻ കേസ്. അനങ്ങിയിട്ടില്ലടോ ഇന്ത്യയിലോ. ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഭരണഘടന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഴുക്ക് ജാലിന്റെ മുകളിൽ വിരിച്ച കമ്പളമാണ്, ഒരു തുണി മാത്രം. അല്ലാതെ ഇതിനകത്ത് അനങ്ങിയിട്ടില്ല. അവിടെ വിവേചനം നിൽക്കൊണ്ടെന്ന് പാടുന്ന വേടനല്ല ജാതി ഉണ്ടാക്കുന്നത്. ഈഴവ മാട്രിമോണിയൽ, നായർ മാട്രിമോണിയൽ എന്ന് പേരിട്ട് മാട്രിമോണിയൽ നടത്തുന്നതും ഇവിടുത്തെ സകല സ്ഥലത്തും ഇത്തരത്തിലുള്ള വിവേചനപരമായി ദിവസവും അത് വിവേചനമാണെന്ന് പോലും അറിഞ്ഞൂടാ. ഞാൻ നേരത്തെ വീടുകളെ പറഞ്ഞില്ലേ, കുറെ കൂടെ ജോലി ചെയ്യുന്നവർ കയറി വരാൻ വഴിയിടുന്ന പുതിയ വീടുകളാണ്. പണ്ടത്തെ വീട് അങ്ങനെ ഉണ്ടാക്കി പോയെന്ന് നമുക്ക് വിചാരിക്കാം. വർക്ക് ഏരിയയും ജോലി പുറയിൽ തന്നെ ഉണ്ടാക്കുന്ന വീടുകളെ ഉള്ളു. നീ അങ്ങ് അകത്ത് കയറിപ്പോ എന്ന് പണ്ട് പറഞ്ഞിരുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞിരുന്ന അങ്ങനെ ജാതി മത ലിംഗ വിവേചനം ഉറപ്പിച്ച സമൂഹമാണ്. ഒരു പുല്ലും നടന്നിട്ടില്ല. ആകെ നടന്നത് പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കിയാൽ മതി. പബ്ലിക് ടോയ്ലറ്റ് ഇവിടുത്തെ ദരിദ്രവാസികളെ ഇപ്പോൾ ഉപയോഗിക്കും. ബാക്കിയുള്ളവരെല്ലാം മുറിക്കാതെ ഈ ഹോട്ടലുകളുടെ മുറികളിൽ. 2 സാധനത്തിനകത്താണ് നിങ്ങൾ ജാതി ഇല്ലാതെ അനുഭവിക്കുന്നത്. അതിനകത്ത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് ബസ്സും ട്രെയിനുമാണ്. ട്രെയിനകത്ത് തന്നെ 3-4 കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടുവിടെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ഒക്കെ. ബസ്സിനകത്ത് ഈ പണി പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ആകെ ജനാധിപത്യപരമായി യാത്ര ചെയ്യുന്ന ജാതിയും അതും ഇല്ലെന്ന് തോന്നുന്ന ഏക ഇടമാണ്. നാരായണഗുരു ക്ഷേത്രത്തിന് മുമ്പില് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത ഒരു സോദരത്തനമായ മാതൃകാസ്ഥാനമാണെന്ന് എഴുതി വെച്ചാൽ അവിടെ എല്ലാവരും പോകും. പോകത്തില്ല. ക്ഷേത്രമാണത്. എന്നാൽ ആ ക്ഷേത്രത്തിനകത്തെ ദൈവത്തെ വിശ്വസിക്കുന്നത് മാത്രമേ അവിടെ പോകുള്ളൂ. അല്ലാതെ അവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അസ്ഥാനത്ത് എഴുതി വെച്ച ഒരു പേപ്പറാണ്. അസ്ഥാനത്ത് വെച്ചത് നാരായണഗുരു അതിനുശേഷം ക്ഷേത്രം ഉണ്ടാക്കരുത് പിന്നീട് പറയുന്നുണ്ട്. അത് അദ്ദേഹം അത് ജീവിതത്തിൽ പഠിച്ചു പറ്റും. അപ്പോഴാണ് പറയുന്നത് ഇനി തൊട്ട് വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയാൽ മതി, ക്ഷേത്രങ്ങൾ ആളുകൾക്ക് വൃത്തി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് എഴുതി ഉണ്ടാക്കി വെച്ച 100 ചില്ലാനം ക്ഷേത്രമുണ്ട്. അവിടെ മുഴുവനും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന് എഴുതി വെക്കുന്ന ബോർഡ് ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഈ സാധനം അനങ്ങിയിട്ടില്ല. അതോ ആണെന്ന് പറയുന്ന വേടൻ ജാതി ഉണ്ടാക്കണം എന്നോട് പറയുന്നത്. അയാളിത് ഓർമ്മിപ്പിക്കുന്നതാണ് അയാൾ പറയുന്നത്. ശരിയാണ്. അയാൾ ഓർമ്മിപ്പിച്ചിട്ട് വരുന്ന എന്തുകൊണ്ടാ? അനുഭവിക്കുന്നുണ്ടാ. താൻ അനുഭവിക്കാറില്ല. താൻ അടിമയായോണ്ടാ പറയാത്തത്. തനിക്ക് ഇതെല്ലാം ഈ വിവേചനം മേളിലുള്ളവനെ തനിക്ക് കല്യാണം കഴിക്കാൻ മേളിലുള്ളവരോട് SC ST-യുടെ കല്യാണം കഴിക്കത്തില്ലെന്നാണല്ലോ ഈ മാട്രിമോണിയലിനകത്ത്. എന്ന് പറഞ്ഞാൽ ആരെയും ഞങ്ങൾ കല്യാണം കഴിക്കും, SC ST ഒഴികെ. ഈ പരസ്യമുള്ള നാട്ടിൽ നിന്നാണ് അയാൾ പറയുന്നേ. ആരോട് പറയുക?
വേടനാണ് ഡോക്ടർ. അയാൾ ഡയഗ്നോസ് ചെയ്തത്. അതല്ല, രണ്ടായിരത്തിന് ശേഷം ഒരുപാട് ഞാൻ ഒരു വ്യത്യാസവും ഈ 2000-ന് ശേഷം ഉണ്ടെന്ന വ്യത്യാസം എന്നൊക്കെ പറയുന്നത് വലിയ നഗരങ്ങളിലെ ആളുകളുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ പറ്റാതെ നഗരം ഉണ്ടാകുന്നുണ്ട്. നേരെ പറഞ്ഞ ബസ് ഉണ്ടാകുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത്. നഗരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയാളുകളുടെ മുഖർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇയാൾക്ക് അറിയില്ല, ജാട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ട് അവരെ പറ്റി ഇയാള് അതിന് ചെയ്യുന്ന എങ്ങനെയാണ്, വിവേചനം ചെയ്യുന്ന എങ്ങനെയാണ്? വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന മുഴുവൻ പേരും ബംഗാളിയെ വിളിച്ചിട്ടൊക്കെ ഈ മലയാളികൾ വിളിക്കുന്നത് ആ വിവേചനമാണ്. അല്ലാതെ അവൻ ജാർഖണ്ഡുകാരനാണോ ഒറീസക്കാരനാണോ അവനെ മേൽത്തട്ടിലാണോ വീട് ഒന്നും നിങ്ങൾ ചെയ്യും. നിങ്ങൾ വിവേചനം അപ്പോഴും ചെയ്യും. ബംഗാളി എന്ന് വിളിച്ച് വിവേചനം. ഈ വിവേചനം പഠിച്ചത് തന്നെ ഉള്ളൂ, ഒരു വ്യത്യാസമില്ല. തല കുത്തി ഒഴിച്ചു വെച്ചിരിക്കുന്ന അതേ വിവേചനം തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ബംഗാളി മദ്രാസി വടക്കേന്ത്യക്കാരൻ മദ്രാസികളെന്ന് വിളിച്ചിരുന്നത്. ഈ മലയാളികൾ ബംഗാളി എന്ന് വിളിക്കുന്നത് അവരിലുള്ള ഒരു വ്യത്യാസവും നിങ്ങൾ എടുക്കുന്നില്ല. അവരെ വിവേചനം കള്ളം പറയും. ഒരെണ്ണ പോലും ഇല്ലെന്നേ. കാരണം അത് പൊളിച്ചു പോയത് നിങ്ങൾ പറയാതെ. ഇവിടുത്തെ ഞാൻ നടത്തിയിട്ടുള്ള അത്രയും വിവാദങ്ങൾ ഈ കേരളത്തിൽ ഒരാളും ചെയ്തിട്ടുണ്ടാക്കില്ല. ഇതൊക്കെ എനിക്ക് അറിയുന്ന ആളാണ്. അതൊന്നും എന്നോട് പറഞ്ഞു തരാം. ഒരു രണ്ടുപേര് തമ്മിൽ ഇഷ്ടത്തോടെ വിവാഹം കഴിച്ചിട്ടുണ്ടോ അത് പൊളിച്ചു വരുന്ന വീടുകളേ ഉള്ളൂ. സകല പാലവും വരിക്കും. രണ്ടുപേര് തമ്മിൽ ജീവിക്കാനായിട്ട് പറ്റാതാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സകല റിസർച്ചും ചെയ്യും. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാര് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത്? അവർ വോട്ട് പോകുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കാർ പഠിച്ചതാണ്. അവര് സ്വതന്ത്രരായ ആൾക്കാരെയൊക്കെ എല്ലാവരും നിർത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എല്ലാരെയും നിർത്തിയിട്ടുണ്ട്. ജയിക്കാതെ വന്നപ്പോഴാണ് ആരെ നിർത്തിയാ ജയിക്കുക തന്നെ. കാരണം ഒരു ആൾ ജയിക്കാതെ നിങ്ങൾക്ക് കഥയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞങ്ങൾ നല്ല ആളുകളാണ്, നല്ല ആളുകളായ മ്യൂസിക് കേൾക്കാം, വേറെ ഒന്നിനും കൊള്ളാം. അല്ല, നാട്ടിനകത്ത് ഈ പറയുന്ന എന്തെങ്കിലും ചെയ്യാനായിട്ട് ജയിക്കണം, എങ്ങനെങ്കിലും ജയിക്കണമെന്ന് അറിയുന്നവര് തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അവര് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ അവരെന്നെ ആകാശത്തുനിന്ന് വീണവരാണ്. നിങ്ങൾ പറയുന്ന ഈ ജാതി നിലനിർത്തുന്നവർ തന്നെ രാഷ്ട്രീയ പാർട്ടി, നായന്മാരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഈഴവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഈഴവരുടെ കോൺഗ്രസ് പാർട്ടിയാണ്, നായന്മാരുടെ കോൺഗ്രസ് പാർട്ടിയാണ് ഉള്ളത്. അല്ലാതെ രാഷ്ട്രീയക്കാർ വേറെ എങ്ങാണ്ട് ഇറക്കുമതി ചെയ്തിട്ടല്ലേ? എന്തൊരു പദത്തിലാണ്? ഒരു കാര്യമില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോടതിയില്ല.